രാഗിലേക്ക് പോകാൻ. രാഗിൻ എറണാകുളത്തിൻ്റെ ഒരു പൊതുചിത്രം പറയും. രാഗിൻ, എറണാകുളം എന്ന് പറഞ്ഞാൽ കാലങ്ങളായി UDFിൻ്റെ ഒരു വലിയ കോട്ട തന്നെയാണ്. എപ്പോഴും പറയുന്ന പോലെ UDFിന് എപ്പോഴും വലിയ സീറ്റുകൾ കിട്ടുന്നൊരു സ്ഥലമാണ്. പക്ഷേ കേരളത്തിൽ മറ്റ് പല ഇടങ്ങളിലും ഇല്ലാത്ത വിധത്തിലുള്ള ഒരു രാഷ്ട്രീയ മാറ്റം, അത് 2020യുടെ ഒരു തുടക്കം, അവർ പഞ്ചായത്ത് തലത്തിൽ നേടുന്ന വലിയ വിജയം, പിന്നീട് അവർ NDAയുടെ ഭാഗമാകുന്ന രാഷ്ട്രീയപരമായി പല നീക്കങ്ങളും ഒക്കെ കണ്ട ഒരു ജില്ല കൂടിയാണ്. ഇതെല്ലാം എങ്ങനെയാണ് ഈ വരാൻ പോകുന്ന, നാളെ അറിയാൻ പോകുന്ന ഫലത്തെ സ്വാധീനിക്കാനുള്ള സാധ്യതകൾ? ദിവിഷ് സൂചിപ്പിച്ചതുപോലെ എറണാകുളം UDFിനെ സംബന്ധിച്ചിടത്തോളം മേൽക്കൈയുള്ള ജില്ല തന്നെയാണ്. 14 അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയാണ് എറണാകുളത്ത് ഉള്ളത്. അതിൽ കഴിഞ്ഞ തവണ 9-5 എന്ന നിലയിലായിരുന്നു കക്ഷിനില. 5 സീറ്റ് LDFിന് പിടിക്കാൻ കഴിഞ്ഞു, 9 സീറ്റ് UDFിനും നേടാൻ കഴിഞ്ഞു. ഇത്തവണ UDFിനെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രതീക്ഷ 14-14 ജയിക്കുക എന്ന ഒരു പ്രതീക്ഷയാണ് അവർ വച്ചു പുലർത്തുന്നത്. അവർ പറയുന്നു 9 സീറ്റ് സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്താൻ കഴിയും, 5 സീറ്റുകൾ LDFിൻ്റെ കയ്യിലുള്ള, അതിൽ കൂടുതൽ ഇടങ്ങളിലേക്ക് കടന്നു കയറാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് UDF വച്ചു പുലർത്തുന്നത്. LDFിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിലുള്ള മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് കൊച്ചി, വൈപ്പിൻ, കളമശ്ശേരി, കുന്നത്നാട്, കോതമംഗലം, ഈ 5 മണ്ഡലങ്ങളാണ്. അതിൽ പല മണ്ഡലങ്ങളിലും അതിശക്തമായിട്ടുള്ള മത്സരമുണ്ട് എന്നത് LDFിനെ സംബന്ധിച്ചിടത്തോളം ആശങ്കയേറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അതിൽ കൊച്ചി അതിശക്തമായിട്ടുള്ള മത്സരം നടക്കുകയാണ്. കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം പരമ്പരാഗതമായി UDFിന് മേൽക്കൈയുള്ള മണ്ഡലമാണെങ്കിലും കഴിഞ്ഞ 2 തവണയായി KJ മാക്സി MLA അവിടെ ജയിച്ചു കയറുകയാണ്. അതിലൊരു ഘടകം 2020 ഫാക്ടർ കൂടി കഴിഞ്ഞു. കഴിഞ്ഞ തവണ ഏകദേശം വലിയ തോതിലുള്ള ഭൂരിപക്ഷം ഉയർത്താൻ കഴിയുകയും ചെയ്തു. ഇപ്രാവശ്യം അത് എങ്ങനെ വരും എന്നത് UDFിനെ സംബന്ധിച്ചിടത്തോളം, LDFിനെ സംബന്ധിച്ചിടത്തോളം അവർ ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം വൈപ്പിന് LDF ഏതാണ്ട് ഉറപ്പിക്കുന്ന ഒരു മണ്ഡലമാണ്. പക്ഷേ UDFിനും വലിയ പ്രതീക്ഷ തന്നെയുണ്ട്. ടോണി ചെമ്മണിയും MP ഷൈനിയും തമ്മിലാണ് അവിടെ പ്രധാനപ്പെട്ട മത്സരം. അവിടെയും കഴിഞ്ഞ തവണ ഏകദേശം 17,000-നടുത്ത് വോട്ട് 2020 നേടിയിരുന്നു. അപ്പോൾ ഈ 2020 വോട്ടുകൾ ഇപ്രാവശ്യം എങ്ങോട്ട് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതോടൊപ്പം കളമശ്ശേരി, P രാജീവിൻ്റെ മണ്ഡലമാണ് കളമശ്ശേരി. അവിടെയും ശക്തമായിട്ടുള്ള മത്സരം തന്നെ നിലനിൽക്കുന്നുണ്ട്. കളമശ്ശേരിയിൽ അവിടെ ജയിച്ചു കയറാൻ ശക്തമായിട്ടുള്ള മത്സരമുണ്ടെങ്കിലും ജയിച്ചു കയറാൻ കഴിയുമെന്ന ആത്മവിശ്വാസം LDFിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. മറ്റൊന്ന് കുന്നത്നാടാണ്. അതിശക്തമായിട്ടുള്ള ത്രികോണ മത്സരം നടക്കുന്നൊരിടമാണ്. കഴിഞ്ഞ തവണ ആ ത്രികോണ മത്സരത്തിൻ്റെ ഗുണം LDFിനെ സംബന്ധിച്ചിടത്തോളം LDFിനാണ് കിട്ടിയത്. എന്നാലും 2000 ചില്ലാൻ വോട്ടിൻ്റെ ലീഡാണ് ഉണ്ടായിരുന്നത്. ഇത്തവണ 6500ഓളം വോട്ടിന് LDFിൻ്റെ കണക്കിൽ, പാർട്ടി കണക്കിൽ പിന്നിലാണ്. കഴിഞ്ഞ ദിവസം PV ശ്രീനിജൻ MLA തന്നെ ആ പാർട്ടി കണക്കിൽ പിന്നിലാണെങ്കിലും താൻ അവിടെ ജയിച്ചു കയറും, 554-ന് മുകളിൽ വോട്ടുകൾക്ക് ജയിച്ചു കയറും എന്ന അവകാശവാദവുമായി FB പോസ്റ്റ് അടക്കം വരികയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ ഉദ്വേഗജനകമായിട്ടുള്ള മണ്ഡലമാണ് ഈ കുന്നത്നാട്. അവിടെ 2020 ഫാക്ടർ അടക്കം വളരെ പ്രധാനപ്പെട്ടതുമാണ്. ഈ 2020യുടെ കാര്യം പറയുമ്പോൾ 2020 കഴിഞ്ഞ തവണ ഒറ്റയ്ക്ക് മത്സരിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. പല മണ്ഡലങ്ങളിലും വലിയ തോതിൽ വോട്ട് വീതം ഉയർത്തിയിരുന്നു. കുന്നത്നാട്ടിലടക്കം നല്ല രീതിയിൽ അവർക്ക് വോട്ട് വീതം ഉയർത്താൻ കഴിയുകയും ചെയ്തിരുന്നു. ഇത്തവണ NDA പ്ലാറ്റ്ഫോമിലാണ് 2020 മത്സരിക്കുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ 2020ക്ക് വരുന്ന വോട്ടുകൾ എന്ന് പറയുന്നത് ഈ മറ്റു മുന്നണികളോട് എതിർപ്പുള്ള, അല്ലെങ്കിൽ ഒരു നിഷ്പക്ഷ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില വോട്ടുകളൊക്കെയാണ് ഇവരിലേക്ക് എത്തുന്നത് പതിവായി. പക്ഷേ ഇത്തവണ NDA പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ ആ വോട്ടുകൾ, രാഷ്ട്രീയത്തിൽ നമുക്കറിയാം 1-1, 2 അതുകൊണ്ട് തന്നെ ആ വോട്ടുകൾ കഴിഞ്ഞ തവണത്തെ പോലെ ഈ 2020 പിടിച്ച വോട്ട് പ്ലസ് BJP വോട്ട് എന്ന തലത്തിൽ കണക്കിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അങ്ങനെ എത്തിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗുണം ആർക്ക്, ഈ 2020ക്ക് കിട്ടിയിരുന്ന വോട്ടുകൾ ഇപ്രാവശ്യം ആരിലേക്ക് ഷിഫ്റ്റ് ചെയ്യും എന്നതടക്കം പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതാണ് പറഞ്ഞ പോലെ UDFിന് വലിയ പ്രമാദത്വമുള്ള ജില്ലയാണ്. പക്ഷേ 2020യുടെ സാന്നിധ്യം അത് എങ്ങനെയാണ് പ്രതിഫലിക്കുക എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യം.